ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ആരെ കാണാനാ വന്നത്? വീട് കാണാൻ വന്നതാ. വീട് കാണാനോ? എന്താ ഇന്ദ്രജെ? എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോ വീട് കാണാനാ വന്നതെന്ന് പറഞ്ഞേ. താനേതാടോ? മൊത്തത്തിൽ തനിക്കൊരു ലക്ഷണപ്പിശ ഉണ്ടല്ലോ. അത് സാറ് വരുന്ന കണ്ടപ്പോ എനിക്കും തോന്നിയതാ. ഒന്ന് മാറിക്ക സാറേ, ഞാനെല്ലാം ഒന്ന് കാണട്ടെ. വീടൊന്ന് കാണട്ടെ. എടി വാ. നിന്നേ. ഏയ് ഹലോ, താൻ ആരാ? ഒരു വീട്ടിൽ വന്ന ഒരു മര്യാദക്കില്ലേ? താൻ ആരാ എന്താന്നൊക്കെ പറഞ്ഞിട്ട് മതി നോക്കി കാണലൊക്കെ. എന്റെ പൊന്നു വെച്ചേ, ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യത്തിനാണ് വന്നിരിക്കുന്നത്. എന്ത് ഗുണമുള്ള കാര്യം? അതെ, പറയേണ്ടടുത്ത് ഞാൻ പറഞ്ഞോളാം. തൽക്കാലം താൻ ഞങ്ങളോട് പറഞ്ഞാ മതി. ആരാ ഇന്ദ്രജകള്? ഇതാണോ പത്മ മേഡം? അതെ. ഉള്ളത് പറയാലോ മേഡം. തൊട്ടപ്പുറത്തെ ജംഗ്ഷനിൽ വന്നിറങ്ങി പത്മ മേഡം ആരാന്ന് ചോദിച്ചപ്പോ ഒരു 10-14 പേര് ഒന്നിച്ചാ വീട് പറഞ്ഞു തന്നത്. മേഡം എത്ര ഫേമസ് അല്ലേ? എന്റെ പ്രശസ്തി അവിടെ നിൽക്കട്ടെ. തന്റെ വരവിന്റെ ഉദ്ദേശം എന്താ? ഞാനേ ഒരു പ്രോപ്പർട്ടി ബ്രോക്കറാ. ഈ വീടിന്റെ വസ്തുവിന്റെ ഒക്കെ കൊടുക്കൽ വാങ്ങൽ. അതിന് ഞങ്ങള് പുതിയ വീടൊന്നും വാങ്ങാൻ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. വേണ്ട, പക്ഷെ കൊടുക്കുന്നുണ്ടല്ലോ. എന്തു കൊടുക്കുന്നു? എന്റെ മേഡം, ഈ വീട് കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എന്റെ കയ്യിൽ നല്ല പാർട്ടികളുണ്ട്. അതിപ്പോ ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ആയിട്ട് തരും, വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് ആയിട്ട് തരും. അതല്ല, ബ്ലാക്കും വൈറ്റും മിക്സ് ആയിട്ട് തരണമെങ്കിൽ അതിനുള്ള പാർട്ടികൾ എന്റെ കയ്യിലുണ്ട്. വീട് വിൽക്കാനോ? ഇയാൾ എന്താ മമ്മി പറയുന്നേ? ഭ്രാന്തുണ്ടോ ഇയാൾക്ക്? എന്താ തന്റെ പേര്? തങ്കച്ചൻ. പ്ലാവ് പറമ്പിൽ തങ്കച്ചൻ. തങ്കച്ച, തനിക്ക് വീട് മാറിപ്പോയിട്ടുണ്ട്. താൻ എവിടേക്കാ വന്നേന്ന് ഒന്നും കൂടെ അന്വേഷിക്കും. അയ്യോ മാഡം, എനിക്ക് വീടൊന്നും മാറിയിട്ടില്ല. ഞാൻ വാങ്ങിക്കാൻ വന്നത് പത്മ മേഡത്തിന്റെ വീട് തന്നെയാ. എന്നുവെച്ചാ യതീന്ദ്ര സാറിന്റെ ഭാര്യയായ പത്മ മേഡത്തിന്റെ വീട്. നിങ്ങൾ ആരോടെങ്കിലും വീട് വെക്കുന്നതിന്റെ കാര്യം പറഞ്ഞോ? എനിക്കെന്താ ഭ്രാന്തുണ്ടോ? നമ്മൾ താമസിക്കുന്ന വീടല്ലേ. മിസ്റ്റർ, ഇവിടെ ആരും വീട് വെക്കുന്നില്ല. തനിക്ക് പോവാം. അല്ല മേഡം, ഞാനൊന്ന് പറയട്ടെ. അത് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഈ വീട് വിൽക്കുന്നതിന്റെ കാര്യം പറയാൻ ഒരേ ഒരാൾക്കേ അധികാരമുള്ളൂ. അത് എനിക്കാ. അല്ലല്ലോ. വീട് വിൽക്കുന്നതിനെ കുറിച്ച് പറയാനുള്ള അധികാരം എനിക്കല്ലേ? സൂര്യ, എന്താ ഇത്? ഇയാളെ നീയാണോ വിളിച്ചത്? അതെ അച്ഛാ, ഞാനാ ഇയാളോട് വരാൻ പറഞ്ഞത്. എന്തിന്? വീട് വിൽക്കാൻ. അതെന്തിനാന്നാ ഞാൻ ചോദിച്ചത്. പത്മാമയുടെ ചെക്കിൽ ഒപ്പിടാത്തതുകൊണ്ട് കമ്പനി കാര്യങ്ങളൊക്കെ വഴിമുട്ടി നിൽക്കുകയാണല്ലോ. തൽക്കാലം പിടിച്ചു നിൽക്കണമെങ്കിൽ പണം വേണമല്ലോ. അപ്പൊ പിന്നെ കയ്യിലുള്ള എന്തെങ്കിലും വിറ്റല്ലേ പറ്റൂ. അതുകൊണ്ട് ഈ വീട് വിൽക്കാൻ ഞാനങ്ങ് തീരുമാനിച്ചു. അതെങ്ങനെ നിനക്ക് തീരുമാനിക്കാൻ പറ്റും? എനിക്കേ തീരുമാനിക്കാൻ പറ്റൂ. ബിക്കോസ് ഈ വീട് എന്റെ അപ്പൂപ്പൻ എന്റെ പേരിൽ എഴുതി വെച്ചിട്ടുള്ള വീടാണ്.
അപ്പോ ഇത് വിൽക്കണോ വേണ്ടയോ, പൊളിച്ചു കളയണോ, തീയിട്ട് നശിപ്പിക്കണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാ. തങ്കച്ച, ഓ എന്തോ? താനേ വീട് നോക്കാൻ ആളുകളെ കൊണ്ടുപോവാ. എന്നിട്ട് മാന്യമായ ഒരു വില പറഞ്ഞ് ഉറപ്പിച്ച വീട് വിൽക്കാൻ ഞാൻ തയ്യാറാ. കേട്ടില്ലേ നിങ്ങള്? ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാ മിണ്ടാതിരിക്കാൻ പറ്റണേ? ദേ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇങ്ങനെ ഒരു കച്ചവടം നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ അതെ, എന്തെങ്കിലും ചെയ്യുമ്പോ അത് പത്മാ മേഡം ജീവിച്ചിരിക്കുമ്പോ തന്നെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. സൂര്യ, ഇയാളെ പറഞ്ഞുവിട്. നിനക്ക് വേഷം കെട്ടി കളിക്കാനുള്ളതല്ല ഈ വീടിന്റെ കാര്യം. അച്ഛ, അത് വേഷം കെട്ടലൊന്നും അല്ല. തൽക്കാലം എന്റെ മുമ്പിൽ കമ്പനി പിടിച്ചു നിർത്താൻ ഇതേ മാർഗമുള്ളൂ. കുറച്ചുനാൾ നമുക്ക് ഇത് വിറ്റ കാശ് കൊണ്ട് മുന്നോട്ട് പോവാം. അത് കഴിഞ്ഞ് നമുക്ക് പ്രോപ്പർട്ടീസ് ഒരുപാടുണ്ടല്ലോ. ഓരോന്നായിട്ട് നമുക്ക് നിൽക്കാം. തങ്കച്ചൻ നമ്മുടെ കൂടെ നിൽക്കില്ലേ അല്ലേ? അത് 100% ഉണ്ട് സാറേ. സാറിന് പൊന്നും വില മേടിച്ച് ഞാനങ്ങ് കൈ തരും. മമ്മി, ഇതിവൻ കരുതി കൂട്ടി മമ്മിയെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാ. ഇതിപ്പോ വിട്ടുകൊടുത്താലേ ഇവൻ പിന്നെ അഹങ്കരിക്കാൻ തുടങ്ങും. അതെ, വീടിന്റെ കാര്യത്തിൽ അവകാശം ഞങ്ങൾക്കുണ്ടളിയാ. എന്താ അവകാശം? ഈ വീടിന്റെ കാര്യത്തിൽ അളിയൻ എന്താ അവകാശമുള്ളത്? ഉണ്ട്. മതിയെങ്കിൽ മതി. അപ്പൊ തങ്കച്ച, എത്രയും പെട്ടെന്ന് ഒരു ബയറെ വേണം. രൊക്കം ക്യാഷ് കയ്യിലുള്ള ഒരു ബയർ. ആധാരം എഴുത്തും കാര്യങ്ങളൊക്കെ എപ്പോ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ സാർ, ഞാൻ പെട്ടെന്ന് തന്നെ ആളെ കൊണ്ടുവരാം. ചെല്ല്. നിക്ക്. ഈ വീട് കാണാനോ വിലയ്ക്ക് വാങ്ങാനോ ഏതെങ്കിലും ഒരുത്തനായിട്ട് താൻ ഈ പറമ്പിൽ കാലുകുത്തിയ കൂടെ ഉള്ളവൻ ഏതൊരുത്തനാണേലും അവൻ പിന്നെ ഇവിടുന്ന് 2 കാലം നടന്നു പോവില്ല. മനസ്സിലായോ? തങ്കച്ച, വരുന്നവരുടെ കാലിനെ ഞാൻ ഗ്യാരണ്ടി തരാം. തങ്കച്ചൻ ആളെ കൊണ്ടുവാ. ഓ ശരി സാറേ. ചെല്ല്. ഓ സർവ്വം നശിച്ചാലും കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞത്? ഞാൻ ഇനി അങ്ങോട്ട് നശിപ്പിക്കാൻ തുടങ്ങുക. അത് കണ്ടിരുന്ന് കരയാനേ പത്മാ മേഡത്തിന് കഴിയൂ. പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ, സൂര്യയോട് വാശി കാണിക്കരുതെന്ന്. കളി ഞാൻ പഠിപ്പിക്കും കേട്ടാ.